ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് 2 സംഭവങ്ങളാണ് കോർത്തിണക്കിയിരിക്കുന്നത്. അതൊരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുനാഥൻ വഞ്ചിയിൽ മറുകരയിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങുന്ന സംഭവമാണ്. അവിടെ ഈ ജായിറൂസ് എന്ന് പറയപ്പെടുന്ന ഒരു സിനഗോഗ് അധികാരിയുള്ളവനായ ജായിറൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ പ്രകാശിപ്പിക്കട്ടെ എന്നാണ്. ആ ജായിറൂസിൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ അവളെ വന്ന് സൗഖ്യപ്പെടുത്തണം. ഇതാണ് ഈശോയോട് ജായിറൂസിൻ്റെ അപേക്ഷ. അപ്പം ഈ ഒരു അപേക്ഷ സ്വീകരിച്ച് ഈശോ ജായിറൂസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിയിൽ നടക്കുന്ന സംഭവമാണ് രക്തസ്രാവക്കാരി സ്ത്രീയുടെ രോഗശാന്തി എന്ന് പറയപ്പെടുന്നത്. ഈ 2 സംഭവങ്ങൾക്ക് പൊതുവായി പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടും ജീവനുമായി ബന്ധപ്പെട്ടതാണ്. സൗഖ്യം ജീവനുമായി ബന്ധപ്പെട്ടതാണ്. 2 ഇടങ്ങളിലും മകളെ എന്ന വാക്കിന് തത്തുല്യമായിട്ടുള്ള വാക്ക് ഈശോ ഉപയോഗിക്കുന്നുണ്ട്, 2 പേരെയും അഭിസംബോധന ചെയ്യാൻ വേണ്ടി. 2 ഇടങ്ങളിലും 12 എന്ന് പറയപ്പെടുന്ന സംഖ്യ ആവർത്തിച്ച് വരുന്നുണ്ട്. അതായത് 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്ന സ്ത്രീ, 12 വയസ്സുള്ള പെൺകുട്ടി, ഇങ്ങനെ 12 എന്ന് പറയപ്പെടുന്ന സംഖ്യ ആവർത്തിച്ച് വരുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ 2 സംഭവങ്ങളിൽ ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് ചിന്തിക്കുന്ന ഇതിന് കൊടുക്കാവുന്നൊരു ഏറ്റവും സുന്ദരമായ തലക്കെട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ സ്പർശിച്ചവളും യേശു സ്പർശിച്ചവളും, അല്ലെങ്കിൽ യേശുവിനെ സ്പർശിക്കുന്ന രീതിയും യേശു സ്പർശിക്കുന്ന രീതിയും. ഇതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വസ്തുത. സ്പർശനം സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്. അതുപോലെ തന്നെ ദ്രോഹത്തിൻ്റെയും അടയാളമായി മാറാറുണ്ട്. പലതരം സ്പർശനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ക്രൂരമായ സ്പർശനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആസക്തിയുടെ സ്പർശനങ്ങളുണ്ട്. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും സ്പർശനങ്ങളുണ്ട്. എന്താണെങ്കിലും ഈശോനാഥനെ സ്പർശിക്കുകയും ഈശോ നമ്മളെ സ്പർശിക്കുകയും ചെയ്യുന്ന 2 കാര്യങ്ങളാണ് നമുക്ക് ഈ 2 സംഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക. ഒന്നാമത്തെ സംഭവം, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു എന്ന് പറയപ്പെടുന്നതാണ്. ഈശോയെ സ്പർശിച്ചു. ഈശോയെ സ്പർശിക്കുന്ന ആ സ്പർശനത്തിൻ്റെ പേരാണ് വിശ്വാസം. നമ്മൾ വിശ്വാസത്തോടു കൂടി ഈശോയെ സ്പർശിക്കുക എന്നുള്ളത്. നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ഒരുപാട് പേര് ഈശോയെ സ്പർശിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറയുന്നതിങ്ങനെയാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ ശിഷ്യന്മാർ തിരിച്ച് ഈശോയോട് ചോദിക്കുന്ന വിചിത്രമായ ചോദ്യമുണ്ട്. എന്താ ഗുരു ഈ പറയുന്നത്? ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ ഇങ്ങനെ ഞെക്കി ഞെരുക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാൾ എന്നെ സ്പർശിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് ലോജിക്കില്ലല്ലോ എന്ന രീതിയിലാണ് ശിഷ്യന്മാരുടെ ഇടപെടൽ. പക്ഷേ ഈശോ ഈശോയോട് പറയുകയാണ്, ആരോ എന്നെ സ്പർശിച്ചു. അതായത് വളരെ ഭംഗിയായിട്ടൊരു ദൈവശാസ്ത്രം പറഞ്ഞിരിക്കുന്നതാണ്, അവളിൽ നിന്നുള്ള അനിയന്ത്രിതമായ രക്തത്തിൻ്റെ ഒഴുക്ക്, അതാണ് രക്തസ്രാവം, രക്തത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ നിന്നും അനിയന്ത്രിതമായ കൃപയുടെ ഒഴുക്ക് സംഭവിച്ചിരിക്കുന്നു. നമുക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സ്ത്രീയിൽ നിന്നും അനിയന്ത്രിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ ഒഴുക്ക് നിർത്തിക്കൊടുക്കത്തക്ക രീതിയിൽ ക്രിസ്തുവിൽ നിന്നും അനിയന്ത്രിതമായി ഒഴുകുന്ന കൃപയുടെ ഒഴുക്ക് ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈശോനാഥനെ സ്പർശിച്ചു, കൃപ കരസ്ഥമാക്കി. വളരെ ഭംഗിയായിട്ട് മറ്റൊരിടത്ത് വായിച്ച പ്രകാരമാണ് കൃപ മോഷ്ടിച്ചവൾ. അതായത് ഒരാളുടെ അനുവാദമില്ലാതെ ഒരു കാര്യം നമ്മൾ എടുത്തു മാറ്റുന്നതിനാണ് മോഷണം എന്ന് പറയുന്നത്. ഈ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ അനുവാദം പോലും ഇല്ലാതെ ഈശോയിൽ നിന്നും കൃപ മോഷ്ടിച്ചു. ലോക്കൽ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ അടിച്ചു മാറ്റി. ഈശോയോട് ചോദിച്ചിട്ട് പോലുമില്ല, വന്ന് വിശ്വാസത്തോടെ സ്പർശിച്ചു, ആ കൃപ സ്വീകരിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈശോ ചോദിക്കുമ്പോൾ മുമ്പോട്ട് വന്നിട്ട് വിറയലോടുകൂടി ഈശോയോട് പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ സ്പർശിച്ചത്. അപ്പോൾ ഈശോ പറയുകയാണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ഈശോയ്ക്ക് അവളോട് പറയാനുള്ളത്. അപ്പോൾ ഈശോയെ സ്പർശിച്ച് കൃപ കരസ്ഥമാക്കിയവൾ, അല്ലെങ്കിൽ ഈശോയെ സ്പർശിക്കേണ്ട രീതിയുടെ പേരാണ് വിശ്വാസം. ദിവ്യകാരുണ്യം എന്ന് പറയപ്പെടുന്ന കൂദാശ ഈശോയെ നമ്മൾ സ്പർശിക്കാൻ ഒരുങ്ങുന്നതാണ്.
അപ്പോൾ ഈ പറയുന്ന പോലെ അനേകർ ഈശോയെ സ്പർശിക്കുന്നുണ്ട്, പക്ഷേ കൃപ ഒഴുകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക്, ദിവ്യബലിയിലേക്ക്, ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നമുക്ക് കൃപ കിട്ടുന്നുണ്ട്? കാരണം കൃപ കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൻ്റെ താക്കോൽ അവിടെ ഇല്ല. വിശ്വാസത്തിൻ്റെ താക്കോൽ കൊണ്ട് നീ ആ നാഥനെ സ്പർശിച്ച് കൃപ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെ ഈശോയോട് ചോദിക്കുക പോലും ചെയ്യാതെ നമുക്ക് കൃപ നേടിയെടുക്കാൻ സാധിക്കും. വിശ്വാസം വേണം എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുത. ഈ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? രണ്ടാമത്തെ സ്പർശനം. രണ്ടാമത്തെ സ്പർശനം എന്ന് പറയപ്പെടുന്നത് കുമ്പസാരമാണ്. അതായത് ഈശോ എന്നെ സ്പർശിക്കുന്നു. നേരത്തെ പറഞ്ഞു ഈശോയെ നമ്മൾ സ്പർശിക്കുന്നു. രണ്ടാമത്തേത് ഈശോ എന്നെ സ്പർശിക്കുന്നു. നമ്മൾ ഈ കുമ്പസാരക്കൂടെ കുപിച്ചിട്ട് ഒരുപാട് കാലമായി, കുമ്പസാരിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാവും. നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, ഇതാണ് ഈശോ നമ്മളെ സ്പർശിക്കുന്ന ഇടം. ആ സ്പർശനത്തിൻ്റെ പേരാണ് കരുണ. നമ്മൾ ഈശോയെ സ്പർശിക്കുന്നതിൻ്റെ പേര് വിശ്വാസം എന്നാണെങ്കിൽ, ഈശോ നമ്മളെ സ്പർശിക്കുന്നതിൻ്റെ പേരാണ് കരുണ. തലീത്ത കൂം, ബാലികയെ എഴുന്നേൽക്കൂ എന്നതിൻ്റെ അരമായ ഭാഷയിലുള്ള വാക്ക് വളരെ വ്യക്തമായിട്ടും മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് അവളെ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് അതിന് തൊട്ടു മുമ്പ്. വിലപിക്കുകയും ബഹളം വയ്ക്കുകയും ഈശോയുടെ ഇടപെടലിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ജനക്കൂട്ടം. അവിടെ അതാണ് പശ്ചാത്തലം. അതായത് ഒരാൾ പാപം ചെയ്ത് പാപിയായി നശിച്ച് നിരാശപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അയാൾ ഏൽക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ബഹളങ്ങൾ, പരിഹാസം, അയാളെക്കുറിച്ചുള്ള വിലാപങ്ങൾ. ഇതിനിടയിൽ ഈശോനാഥൻ കടന്നു വരുന്നു. എന്നിട്ട് ഈശോ സ്പർശിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: ബാലിക ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. അവൻ ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. അവൻ നിത്യമായ മരണം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതൊരു ഉറക്കം മാത്രമാണ്. പാപാവസ്ഥയിൽ അവൻ പെട്ടുപോയിരിക്കുന്നത് പറയുന്നത് ഒരു ഉറക്കം മാത്രമാണ്. എനിക്ക് ഉണർത്താൻ പറ്റും ഈ കുമ്പസാരം എന്ന കുദാശയിലൂടെ. എന്നിട്ട് ഈശോ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, തലീത്തക്കും, ബാലിക എഴുന്നേൽക്കുക. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന് ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഇതിനുമായിട്ട് വലിയ ബന്ധമുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നിട്ട് ഈശോ അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ ഈശോയുടെ സ്പർശനം കരുണയുടെ സ്പർശനമാണ്. അതൊരു വാതിൽ തുറന്നുള്ള സ്പർശനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദിവ്യകാരുണ്യത്തിൻ്റെ അരികിലേക്ക് വിശ്വാസത്തെ താക്കോല് കൊണ്ടുപോയി നമ്മൾ സ്പർശിച്ചതിനെക്കുറിച്ച്. ഇവിടെ കരുണയുടെ വാതിൽ തുറന്ന് ഈശോ നമ്മളെ സ്പർശിക്കുകയാണ്. നമ്മൾ ആ വാതിലിൻ്റെ അരികിൽ വന്ന് മുട്ടി ഈശോയെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈശോ കൈക്ക് പിടിച്ച് നമ്മളോടും പറയും, തലീത്താക്കും, എഴുന്നേൽക്കുക, നമ്മളെയും അവിടുന്ന് ഉയർപ്പിക്കും. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വസ്തുത. നമ്മൾ ആദ്യം 12 എന്ന് പറയപ്പെടുന്ന സംഖ്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്താണ് ആ 12 എന്ന സംഖ്യയുടെ പ്രത്യേകത? രണ്ടിടങ്ങളിലും. ഒന്നാമത്തെ രക്തസ്രാവക്കാരി സ്ത്രീയുടെ 12 എന്ന് പറയപ്പെടുന്ന സംഖ്യ യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ നിരാശയുടെ സംഖ്യയാണ്. അതായത് ഒരു 12 വർഷം എന്നൊക്കെ പറയുമ്പോൾ ജീവപര്യന്തം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡസൻ വർഷങ്ങൾ കടന്നുപോയിരിക്കുക, നിരാശയിൽ അടിപ്പെട്ട് കടന്നുപോയിരിക്കുക. ഈ 12 വർഷത്തിനകത്ത് അവൾ ഇടപെടാത്ത മരുന്നും മന്ത്രവും ഉണ്ടാകത്തില്ല. വേറെ അവൾ എല്ലാത്തരം മരുന്നും ഉപയോഗിച്ചിട്ടുണ്ടാവും. അവളുടെ വിശ്വാസത്തിന് പുറത്തേക്കും പോയി വേറെ വിശ്വാസത്തിലും അവൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയും നേർച്ച കാഴ്ചകളും നടത്തിയിട്ടുണ്ടാകും. പക്ഷേ അവൾ രക്ഷപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ അടയാളമാണ് രക്തസ്രാവക്കാരി സ്ത്രീയുടെ 12 വർഷം എന്ന് പറയപ്പെടുന്നത്. ഇനി എന്താണ് പെൺകുട്ടിയുടെ 12 വർഷം? ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ യഹൂദ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ 12 എന്ന് പറയപ്പെടുന്നത് ബാർ മിസ്മാത്ത് എന്നൊക്കെ പറയപ്പെടുന്ന വാക്കുകൾ എന്തോ ഉപയോഗിച്ചിരിക്കുന്നതിൽ, അതായത് അതിൻ്റെ അർത്ഥം ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ഒരു അഡൽട്ട് ജൂ, ഒരു പ്രായപൂർത്തിയായ യഹൂദ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയായി മാറുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറുന്നു എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രായമാണ് 12. നമ്മൾ 12-ാം വയസ്സിൽ ഈശോയെ കാണാതെ പോയ കാര്യമൊക്കെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അവൻ പ്രായപൂർത്തിയായി, അവനൊരു ജൂതനായി, അവൻ്റെ സ്വന്തം ഇഷ്ടത്തിലും തീഷ്ണതയിലും താല്പര്യത്തിലും യഹൂദ ആചാരങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് പ്രാപ്തനായി മാറുന്നു എന്നതാണ് ആ 12 വയസ്സുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് വലിയൊരു സെറമണിയോടുകൂടി, വലിയൊരു ആചാരത്തോടു കൂടിയും ആഘോഷത്തോടു കൂടിയൊക്കെയാണ് അതവർ ഒരു നമ്മുടെ ആദ്യ കുർബാന എന്നൊക്കെ പറയുന്ന പോലെ
അവർ ആ 12-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 12 വയസ്സ് എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ റെസ്പോൺസിബിൾ ഏജ്. അതൊരു ആത്മീയ ഉത്തരവാദിത്വത്തിൻ്റെ പ്രായമാണ്. നമ്മുടെ 10 വയസ്സ് ആദ്യ കുർബാന എടുക്കുന്നു പറയുന്ന പ്രായം പോലെ. അപ്പോൾ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉണർവിലേക്ക് വരികയാണ്, ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവളുടെ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് ഈശോ കൈപിടിച്ച് അവളെ ഉയർത്തുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതൊരു വളരെ സുന്ദരമായിട്ടുള്ള 2 സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള കാര്യമാണ്. ഒന്ന് താക്കോലിൻ്റേതും 2 വാതിലിൻ്റേതും. ഒന്ന് ഈശോയെ നമ്മൾ സ്പർശിക്കുന്നതും 2 ഈശോ നമ്മളെ സ്പർശിക്കുന്നതും. ഒന്ന് ഈശോയെ വിശ്വാസം കൊണ്ട് നമ്മൾ സ്പർശിക്കുന്നതും 2 ഈശോ കരുണ കൊണ്ട് നമ്മളെ തിരിച്ച് സ്പർശിക്കുന്നതും. ഇത് 2 നമ്മളിൽ സാധ്യമാകണം. ഇതിനാണ് ഈ 2 സുവിശേഷഭാഗങ്ങൾ ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് മർക്കോസ് സുവിശേഷകൻ്റെ സുവിശേഷത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ 2 സുവിശേഷഭാഗങ്ങളിലൂടെയും ആഗ്രഹിക്കാം. വചനം മാംസമായി മാറിയ ഈശോ നമ്മോടൊപ്പം വസിക്കാൻ പിന്നീട് കൂദാശയായി മാറി. കൂദാശകളിലൂടെ ഈശോ നമ്മളിലേക്ക് ഇടപെടുന്നു. അപ്പോൾ നമുക്ക് ഈശോയെ സ്പർശിക്കാനുള്ള അവസരമാണ് ദിവ്യകാരുണ്യം. ഈശോ നമ്മളെ സ്പർശിക്കാനുള്ള അവസരമാണ് കുമ്പസാരം. ഇത് 2 വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വിശ്വാസം കൊണ്ട് കരുണ നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഈ സുവിശേഷഭാഗം നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്ക് യേശുവിനെ സ്പർശിക്കാം. യേശു നമ്മളെ സ്പർശിക്കട്ടെ.